പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് KLFൻ്റെ ഉദ്ഘാടന വേദിയിൽ മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരനായ പ്രിയപ്പെട്ട MD നടത്തിയ പ്രസംഗത്തെ മുൻനിർത്തി അതിനെ ഉപാധിയാക്കിക്കൊണ്ട് മാതൃഭൂമിയും ഏഷ്യാനെറ്റും സുധീർ കാരശ്ശേരി കൽപ്പറ്റാതി നിരീക്ഷകരും സാഹിത്യ വിമർശകരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായിട്ടുള്ള പ്രചാരണങ്ങളെക്കുറിച്ചാണ്. ഒരർത്ഥത്തിൽ KLFൻ്റെ വേദിയിൽ MD നടത്തിയ പ്രസംഗം അധികാരത്തെയും രാഷ്ട്രീയത്തെയും ആൾക്കൂട്ടത്തെയും രാഷ്ട്രീയ സമൂഹത്തെയൊക്കെ സംബന്ധിച്ച വളരെ ആഴമേറിയ ഉൾക്കാഴ്ചയോടുകൂടിയുള്ള ഒരാദർശാത്മകമായ നിലപാടുകളാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് സദസ്സും ജനാധിപത്യവാദികളുമൊക്കെ MDയുടെ പ്രസംഗത്തെ സ്വീകരിച്ചത്. എന്നാൽ ആ പ്രസംഗം അതേ സമയത്ത് തന്നെ മാതൃഭൂമി, ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകൾ വലിയ രീതിയിൽ തെറ്റായി അവതരിപ്പിച്ചു. പിണറായി വിജയനെ ഇരുത്തി MD വാസുദേവൻ നായർ അധികാരത്തെ വിമർശിച്ചു, വ്യക്തി ആരാധനയെ വിമർശിച്ചു, അധികാരം ദുഷിപ്പിക്കുന്നതിനെക്കുറിച്ച് നടത്തിയ പ്രസംഗം പിണറായി വിജയനെതിരായിട്ടുള്ള വിരൽ ചൂണ്ടലാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു മാധ്യമ പ്രചരണം. യഥാർത്ഥത്തിൽ MDയുടെ പ്രസംഗം സൂക്ഷ്മമായി വായിച്ചു പോകുന്ന ആർക്കും അറിയാം, ഇന്ത്യയിൽ അധികാരം കൈയടക്കിയ ഹിന്ദുഫാസത്തിൻ്റെ പ്രചാരണവും സമ്മതി നിർമ്മിതിയും ഏറ്റെടുത്ത മാതൃഭൂമിയും മറ്റ് ചില മാധ്യമങ്ങളുമാണ് MDയുടെ ഇന്നലത്തെ പ്രസംഗത്തെ വിവാദമാക്കിയത്. ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുള്ള ആർക്കും അതൊരു പ്രത്യേക വ്യക്തിയോ കേരളത്തിലെ ഇടതുഭരണത്തെയോ ചൂണ്ടിയുള്ള പ്രസംഗമല്ല. എഴുത്തുകാരനായ MD അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്കും ഇടതുഭരണത്തിനും ഒക്കെ എതിരായിട്ട് തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചതാണ് ഇന്നലത്തെ KLFൻ്റെ ഉദ്ഘാടന പ്രസംഗം എന്ന രീതിയിലാണ് മാധ്യമങ്ങളത് കൊണ്ടുവന്നത്. എത്ര നിർഭാഗ്യകരമായ അവസ്ഥയാണ് മാധ്യമങ്ങളുടെ ഈ തറവേല മൂലം മലയാളത്തിൻ്റെ ഈ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ടായത്. തൻ്റെ പ്രസംഗത്തിൽ ഒരു വ്യക്തിയെയും ഒരു സർക്കാരിനെ ഉദ്ദേശിച്ചല്ല ഞാൻ അങ്ങനെ പ്രസംഗിച്ചത്, അത്തരം ഉദ്ദേശം എൻ്റെ പ്രസംഗത്തിന് ഇല്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലേക്ക് NE സുധീറിനെ പോലുള്ള, കാരശ്ശേരി മാഷെപ്പോലുള്ള, കൽപ്പറ്റയെപ്പോലുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്രം നിൽക്കുന്ന, ലിബറൽ നിലപാടുകൾ പോലുമില്ലാത്ത വലതുപക്ഷ യാഥാസ്ഥികത്തോട് ഒട്ടി നിൽക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല, ആർത്തവക്കാർ അയിത്തക്കാരികളാണെന്നൊക്കെ പറയുന്ന കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ, ശബരിമലയിൽ ഒരു ആചാര നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, സുധീരനെ, നമ്മുടെ സതീശനെയും അതേപോലെ തന്നെ സുധാകരനെയും പോലുള്ള ആളുകൾ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ കൾച്ചർ അംബാസഡർമാരായിട്ടാണ് കൽപ്പറ്റയും കാരശ്ശേരിയും ഒക്കെ ഇപ്പോൾ കേരള സമൂഹത്തിൽ ചാനലുകൾ വന്ന് മലിനീകരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിൻ്റെയും സംഘീയ അജണ്ടയിൽ കിടന്നലറുകയാണ് ഈ ബുദ്ധിജീവികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന വികാരമല്ലാതെ മറ്റെന്താണുള്ളത്? അധികാരത്തെയും വിപ്ലവത്തെയും രാഷ്ട്രീയ സമൂഹത്തെയും ആൾക്കൂട്ടത്തെയും ഒക്കെ സംബന്ധിച്ച MDയുടെ നിരീക്ഷണങ്ങൾ ഗൗരവാവഹമായ സാമൂഹ്യശാസ്ത്ര പാഠങ്ങളാണ്. അതങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ തത്വചിന്താപരമായ ഒരു ഉൾക്കാഴ്ചയുണ്ടാവണം. ജനാധിപത്യത്തെയും സമൂഹത്തിൻ്റെ, നാടിൻ്റെ പുരോഗതിയൊക്കെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. കേവലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അന്ധകൂപങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് MDയുടെ പ്രസംഗത്തിൻ്റെ തത്വശാസ്ത്രപരമായ മാനങ്ങൾ, തത്വശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവർ ഇത് പിണറായി ഇരുത്തിയാണല്ലോ പ്രസംഗിച്ചിരിക്കുന്നത്, ഇത് പിണറായിക്കെതിരാണ്. യഥാർത്ഥത്തിൽ MDയുടെ പ്രസംഗം ആർക്ക് നേരെയാണ്?
വിരൽ ചൂണ്ടുന്നത്? അദ്ദേഹം വില്യം റീഹിനെ വരെ ഉദ്ധരിച്ചല്ലോ. 1933 വില്യം റീഹ് ജർമ്മനിയിൽ ഫാസിസം എങ്ങനെയാണ് ആധിപത്യം നേടുന്നത്, എങ്ങനെയാണ് പൗരന്മാരുടെ വ്യക്തികളുടെ സ്വകാര്യ വ്യവഹാരങ്ങളിലും മനുഷ്യബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇടപെട്ട് ഫാസത്തെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് ജർമ്മൻ സമൂഹത്തെ എത്തിക്കുന്നത് എന്ന പഠനമാണ് അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം. ആ വില്യം റീഹിൻ്റെ ഫാസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന പുസ്തകം പിണറായി വിജയനെതിരായി എഴുതിയതല്ലല്ലോ. ജർമ്മനിയിലെ നാസികൾക്കും ഹിറ്റ്ലർക്കുമെതിരായിട്ട് എഴുതിയ പുസ്തകമാണത്. ഇന്നത്തെ ഇന്ത്യൻ സന്ദർഭത്തിൽ ആ പുസ്തകത്തെ ഒരാൾ ഉദ്ധരിച്ചാൽ, ആ പുസ്തകത്തെക്കുറിച്ച് ഒരാൾ സംസാരിച്ചാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യയിൽ വളർന്നു വരുന്ന ഹിന്ദുത്വ ഫാസത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ജനകീയ രാഷ്ട്രീയം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഉൾക്കാഴ്ചയുടെ ആദർശപ്രേരണ എന്ന നിലയ്ക്ക് വേണം MDയുടെ വാക്കുകളെ എടുക്കാൻ. ക്ഷീരമുള്ള ഒരു അകിടിൻ ചോട്ടിലും കൊതുകിനെ എന്ന് പറയുന്നത് പോലെ എവിടെയും പിണറായി വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത അന്വേഷിക്കുന്നവരാണ് കാരശ്ശേരി കൽപ്പറ്റാദികൾ. ഹിന്ദുത്വ ഫാസധികാരത്തിൻ്റെ പ്രയോഗം അത് ഏറ്റവും ഭീതിതമായ അവസ്ഥ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഒരു വർത്തമാന ഭീഷണി, അതിനെക്കുറിച്ച് അജ്ഞത സൃഷ്ടിക്കുക എന്ന മാധ്യമതന്ത്രമാണ് ഇവിടെ എന്ത് ചെയ്തത്? MDയുടെ പ്രസംഗത്തെ, മോഡിക്കെതിരായി ചൂണ്ടേണ്ട പ്രസംഗത്തെ മോഡി വിട്ട് പിണറായിയിലേക്ക് കുന്തവന തിരിക്കാൻ മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ ശ്രമിച്ചത്. അത്തരം വില കുറഞ്ഞ മാധ്യമ തറവേലകളെ കേരളം പോലെ ഗൗരവവഹമായ ഒരു സമൂഹം തിരിച്ചറിയും. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് അത് തിരിച്ചറിയാൻ യാതൊരു തടസ്സവുമില്ല. തിരിച്ചറിയാൻ കഴിയാത്തവരാരാണ്? അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. 57 EMS സർക്കാരിൻ്റെ കാലം തൊട്ട് ജനാധിപത്യത്തിൻ്റെയൊക്കെ പേരിൽ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ CIA നിന്ന് പണം വാങ്ങിച്ച് പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ ചാട്ടുളികളാണ് ഇത്തരം ബുദ്ധിജീവികളെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. തങ്ങളുടെ സാമൂഹിക താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ MDയുടെ പ്രസംഗത്തെ അപനിർമ്മാണം നടത്തി എന്നിട്ട് മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ഇടതുവിരുദ്ധ പൊതുബോധ നിർമ്മിതിക്ക് അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. അതിന് ചാനലിരുന്ന് വർത്താനം പറയും, അതിന് യൂട്യൂബർമാരോട് സംസാരിക്കും. ഇതാണ് കാരശ്ശേരി മാഷും കൽപ്പറ്റയൊക്കെ കഴിഞ്ഞ കുറേ കാലം ചെയ്യുന്നത്. അതിൽ മാത്രമാണ് അവർക്ക് ഉത്സാഹം. അല്ലാതെ ഈ രാജ്യം നേരിടുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനവും ഭരണഘടനയും നേരിടുന്ന, അതിനെ ചവിട്ടി വധിച്ചുകൊണ്ട് ആധിപത്യം നേടുന്ന ഹിന്ദുത്വ ഫാസത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുമില്ലാത്ത, അതിൻ്റെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള പങ്കിനെക്കുറിച്ച് ഒരു ഗൗനിക്കലുമില്ലാത്ത നിലപാടാണ്. ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ കാര്യവിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും, ഏത് കുട്ടിക്കും മനസ്സിലാവും. ഫാസത്തിൻ്റെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും മനഃശാസ്ത്രപരമായ അതിൻ്റെ തലങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടാണ് വില്യം റീഹ് മനുഷ്യ മനസ്സുകളിൽ അപരത്വബോധവും അന്യവൽക്കരണവും എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ വളർത്തുന്നത് എന്ന സംഗതിയെ പരിശോധിച്ചത്. യൂറോപ്പിൻ്റെ, പ്രത്യേകിച്ച് ജർമ്മനിയുടെ അനുഭവങ്ങളിൽ നിന്ന്. ആ അനുഭവങ്ങളുടെ രചനയാണ് ഫാസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം. ഈ കൃതി ഫാസിസം എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങളെയും കുടുംബം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെയും അതിൻ്റെ സൂക്ഷ്മ വ്യവഹാരങ്ങളുടെയും മണ്ഡലങ്ങളെ ഉപയോഗിച്ച് ഫാസിസത്തിന് അനുകൂലമായ മനോഭാവം, ഫാസിസത്തെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നത്. ഇതാണ് റീഹ് വിശകലനം ചെയ്തത്. ഈ നിരീക്ഷണങ്ങൾ, റീഹിൻ്റെ ഈ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ സന്ദർഭത്തിൽ ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? ഇവിടെ NE സുധീരനെപ്പോലെയും കൽപ്പറ്റയെപ്പോലുള്ള ആളുകൾ വില്യം റീഹിനെ ഈ കേരളത്തിൽ 1930-40കളിൽ യൂറോപ്പിലെ ഫാസത്തിനെതിരായി പോരാടിയ അതിൻ്റെ ദൈക്ഷണിക മനഃശാസ്ത്ര വിശകലനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹാപണ്ഡിതനെ ഇവിടെ എന്താണ് പിണറായി വിജയനെതിരായിട്ട് കൊണ്ടുവരിക, പിണറായി വിജയനെ വിചാരണ ചെയ്യാൻ കൊണ്ടുവരികയാണ്. റീഹിനെ വായിക്കുന്ന ആളുകൾക്ക്, റീഹിൻ്റെ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കാവുന്ന ആളുകൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സന്ദർഭത്തിൽ ഫാസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മോഡിക്കെതിരായിട്ടാണ്. മോഡിക്കെതിരായി വരുന്ന ചൂണ്ടുവിരലുകളെ, മോഡിക്കെതിരായി വരുന്ന ശബ്ദങ്ങളെ പിണറായിക്കെതിരായിട്ട് തിരിച്ചുവിടാമോ എന്നാണ് മാതൃഭൂമി, ഏഷ്യാനെറ്റുമൊക്കെ ചിന്തിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്.
അദ്ദേഹത്തിൻ്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗം 13 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം, അത് കറണ്ട് ബുക്സ് തെരഞ്ഞെടുത്ത കൃതികൾ എന്ന നിലക്ക് പ്രസിദ്ധീകരിച്ചതാണ്. ആ ലേഖനത്തിലൊരു ഭാഗമാണ് അദ്ദേഹം പ്രസംഗത്തിനെടുത്തത്. അപ്പോൾ അധികാരത്തെ സംബന്ധിച്ച്, സമൂഹത്തെയും അതിലുണ്ടാവേണ്ട രാഷ്ട്രീയമായ പരിവർത്തനത്തിന് പകരം അത് ആൾക്കൂട്ടമായി മാറുന്നതിനെയൊക്കെ സംബന്ധിച്ച് MD പോലുള്ളൊരു മഹാ എഴുത്തുകാരനുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാടുകളാണ്. അത് KLFൻ്റെ വേദിക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ പിണറായി വിജയന് മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കുറിപ്പല്ല. അതിലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത അധികാരത്തെയും മനുഷ്യബന്ധങ്ങളെയും സമൂഹത്തെയും ആൾക്കൂട്ടവും രാഷ്ട്രീയ സമൂഹവും തമ്മിലുള്ള വ്യത്യാസത്തെയൊക്കെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ, ആ ദൃഢമായ നിലപാടുകൾ അദ്ദേഹം ഇന്നത്തെ സന്ദർഭത്തിൽ പറയുമ്പോൾ അത് ഇന്ന് ഫാസമുയർത്തുന്ന, ഹിന്ദുത്വമുയർത്തുന്ന, ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കുമെതിരായി ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടുന്നതിൽ പ്രതിരോധത്തിൻ്റെതായ ഒരു ജനകീയ പാത എങ്ങനെ വികസിപ്പിക്കാം, ജനകീയ രാഷ്ട്രീയം എങ്ങനെ വികസിപ്പിക്കാം, ഈ കാര്യങ്ങളിലേക്കാണ് ഒരു ഗുരുനാഥനെപ്പോലെ, ഒരു അധ്യാപകനെപ്പോലെ തൻ്റെ പ്രസംഗത്തിൽ MD വിരൽ ചൂണ്ടിയത്. തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. Preview.